ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ കേസിൽ ബിജെപിയുടെ നിലപാട് വീണ്ടും ചോദ്യചിഹ്നങ്ങൾക്ക് വിധേയമാകുന്നു. ജൂലൈ 25-ന് സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സംഭവത്തെ അധികാര രാഷ്ട്രീയ പ്രയോജനത്തിനായി മുതലെടുക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ബിജെപി സംസ്ഥാന തലത്തിൽ പ്രതികരണം പ്രകടിപ്പിച്ചുവെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയമായി ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കാതെ സംഭവത്തിൽ മൗനം പാലിച്ച അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടിയുടെ പ്രവർത്തന രീതിയിൽ ഇരട്ടത്താപ്പുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ബിജെപി നേതാക്കൾ കന്യാസ്ത്രീമാരുടെ മോചന സമയത്ത് സംസ്ഥാന അധ്യക്ഷനടക്കം നേതൃത്വവുമായി എത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു. എന്നാൽ അറസ്റ്റിന്റെ നാളുകളിൽ തന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നോ പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രിമാർ വരെയുള്ളവരിൽ നിന്നോ ശക്തമായ പരസ്യ ഇടപെടലോ അപലപനമോ ഉണ്ടായില്ല. ബിജെപി വിഷയത്തെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടക്കത്തിൽ തന്നെ നിയമസഹായം ഉറപ്പാക്കുകയും ശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടം നടത്തുകയും വേണമായിരുന്നു. എന്നാൽ പാർട്ടി പ്രാദേശിക തലത്തിൽ മാത്രം ചടങ്ങുകൾ നടത്തി ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. സുരേഷ് ഗോപിയുടെ ഇടപെടൽ സംബന്ധിച്ച് കുടുംബം പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടിനേക്കാൾ വ്യക്തിപരമായ ശ്രമങ്ങളായി തീർന്നുവെന്നാണ് വിമർശനം. കുടുംബത്തെ സന്ദർശിച്ചെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അത് പൊതുവേദിയിൽ പ്രഖ്യാപിക്കാത്തത് വിഷയത്തെ ബിജെപി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചതിന് ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. കേസിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ വ്യക്തമായ ഇടപെടലില്ലായ്മ ദേശീയ തലത്തിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ബിജെപിയുടെ പ്രതിബദ്ധത സംശയപ്പെടുത്തുന്നു. പ്രശ്നത്തിന്റെ മറ്റൊരു വശം മതപരിവർത്തനം ആരോപണങ്ങളിൽ ബിജെപി പലപ്പോഴും രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിയിലാണ്. ഇത്തവണ ആരോപണങ്ങൾ നേരിടുന്നവർ ക്രിസ്ത്യൻ മത സ്ത്രീകളും അതും മലയാളികളും കൂടിയായപ്പോൾ പാർട്ടിയുടെ പ്രതികരണം സൂക്ഷ്മമായും വൈകിയാണ് ഉണ്ടായത്. ഇതോടെ മതത്തെ രാഷ്ട്രീയ പ്രചരണത്തിനായി മാത്രം ഉപയോഗിക്കുന്നതാണോ ബിജെപിയുടെ സമീപനമെന്ന് പൊതുജനങ്ങൾ ചോദ്യമുയർത്തുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശത്തെയും ബാധിക്കുന്ന കേസുകളിൽ പാർട്ടി യഥാർത്ഥ പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം ബിജെപിയുടെ പ്രവർത്തന രീതിയിലെ ഇരട്ട മാനദണ്ഡങ്ങൾ തെളിയിക്കുന്നതാണ്. പൊതുജനങ്ങളുടെയും സഹാനുഭൂതിയും മാധ്യമ ശ്രദ്ധയും നേടുന്ന സമയത്ത് മാത്രമാണ് പാർട്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ പ്രതിസന്ധിയുടെ ആരംഭത്തിൽ തന്നെ നിയമപരമായും രാഷ്ട്രീയപരമായും ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ കന്യാസ്ത്രീകളുടെ മോചനം എളുപ്പത്തിൽ സാധ്യമായേനെ. ബിജെപിയുടെ ഈ സമീപനം മനുഷ്യാവകാശ വിഷയങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവണതയെ വെളിപ്പെടുത്തുന്നു. രാജ്യത്ത് ജനാധിപത്യവും നീതിന്യായവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം കേസുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി അധിഷ്ഠിത കണക്കുകൂട്ടലുകൾക്കപ്പുറം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്.